ഹലോ, മൈസെൽഫ് അർജുൻ ആനന്ദ്. ബൈ പ്രൊഫഷൻ ഞാനൊരു അഡ്വക്കേറ്റാണ്. എങ്കിലും കഴിഞ്ഞ ഒരു 22 വർഷത്തോളം കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ സ്വന്തമായിട്ടൊരു മ്യൂസിക് പ്രോഗ്രാമിംഗ് തുടങ്ങിയാൽ എന്താ എന്നുള്ളൊരു ആശയം കുറേ നാളായി മനസ്സിലുണ്ട്. സംഭവം നമ്മൾ ചെറുതായിട്ട് വരികൾ എഴുതി അത് കമ്പോസ് ചെയ്യും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ സ്വന്തമായിട്ട് എന്താ പറയുക, അതിനൊരു പാട്ടിൻ്റെ രൂപത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകളുണ്ടല്ലോ. ഐ മീൻ ടെക്നിക്കലി ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കുറേ നാളായി കൊണ്ട് നടക്കുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 2 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു കരിയർ ബ്രേക്ക് എടുത്ത് ഇനി സംഗീതവുമായിട്ട് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആശയത്തിലായിരുന്നു. അപ്പോൾ മുൻപ് ചെയ്തു വെച്ച ഒരുപാട് സോങ്ങുകൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അതായത് വരികളും ഈണവും ഉണ്ട്, പക്ഷെ ഒരു പാട്ട് എന്ന രൂപത്തിൽ അത് പുറത്തിറക്കാനായിട്ടുള്ള കടമ്പള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രുമെൻറ്റേഷനും ബാക്കി ഓർക്കസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് എങ്ങനെ സ്വന്തമായി ചെയ്യാമെന്നുള്ളൊരു ഇതിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ഒരുപാട് ഈ പറയുന്ന ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു, ഒരുപാട് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവുന്നില്ല. അതായത് നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു VSTs ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ഇതൊക്കെ എവിടുന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ ധാരണ ഒന്നും ഉണ്ടായില്ല. ഓഫ് കോഴ്സ് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും BP കർണാട്ടിക് പഠിച്ച ഒരു സമയത്ത് നമ്മളെപ്പോഴും പറയും ആ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് അത് വേറെ തന്നെയാണ്. നമ്മൾ എത്ര നന്നായി പഠിച്ചാലും ശരി, അതിലെ ഒരു കറക്ഷൻസ് ഒക്കെ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുരുനാഥൻ തന്നെ വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള 1-2 പേരുടെ ഞാനിങ്ങനെ ചോദിച്ചു, മ്യൂസിക് പ്രൊഡക്ഷൻ പഠിപ്പിക്കുന്ന ആരെങ്കിലും, അതായത് ചെറിയ ചെലവിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കരിയർ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ഒരു എന്താ പറയുക ഇൻകം സോഴ്സ് എന്ന് പറയുന്ന വളരെ ഇപ്പോൾ മിനിമലായി. അപ്പോൾ ചെറിയ ചെലവിൽ അത് പഠിച്ചിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു കഴിവ് വളർത്തിയെടുക്കാം എന്നുള്ളൊരു ചിന്ത കുറേ നാളായി മുന്നോട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് സമയത്താണ് ഞാൻ ഇതിനെ പറ്റിയുള്ള റിസർച്ചുകൾ കൂടുതൽ നടത്തിയത്. അപ്പം അങ്ങനെ ഫേസ്ബുക്കിലെ പരസ്യങ്ങൾ ഒരുപാട് ഇങ്ങനെ കണ്ടിട്ട് അതിനൊക്കെ നമ്മൾ റെസ്പോൺസ് ഇങ്ങനെ അയച്ചിരുന്നു. അപ്പോൾ 1-2 പേര് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അവരുടെ ഡെമോ വീഡിയോസൊക്കെ അതിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ട്, മിക്കതും സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും എനിക്കത്ര ഒരു ഇത് തോന്നിയില്ല. ഡെമോ ക്ലാസ് കണ്ടപ്പോൾ എന്തോ ഒരു പോരായ്മ പോലെ തോന്നി. അപ്പോഴാണ് ഒരു ദിവസം ഈ പറയുന്ന ഗോൾഡ് ഫോക്ക് മ്യൂസിക് അക്കാഡമിയുടെ ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ടത്. 2 മാസത്തെ കോഴ്സ് കൊണ്ട് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു മ്യൂസിക് അതുപോലെ തന്നെ ഒരു PC കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എനിവൺ മാക് ഓർ എനിത്തിങ് കയ്യിലുണ്ടാവണം, പിന്നെ ഉണ്ടെങ്കിൽ ഒരു കീബോർഡ് ഉണ്ടായാൽ നന്നായി, പിന്നെ ഒരു ഓഡിയോ ഇന്റർഫേസ്. ഇത്രയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം. ഇല്ലെങ്കിലും പഠിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അവരുടെ ഡെമോ അറ്റൻഡ് ചെയ്തപ്പോൾ ഐ തോട്ട് ഇത് കുഴപ്പമില്ലല്ലോ, മറ്റ് ഇത് എന്താ പറയുക കണ്ടതിനേക്കാളൊക്കെ അത്യാവശ്യം കുറച്ചുകൂടി എനിക്ക് വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോൾ ഈ ഓൺലൈൻ വഴി പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും പഠിക്കാമെന്നൊക്കെ പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ, ഞാൻ ചെയ്തിരിക്കുന്ന പാട്ടുകൾ എനിക്ക് സ്വന്തമായിട്ട് ഓർക്കസ്ട്ര ചെയ്ത് റിലീസ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ സിജോ എന്ന് പറയുന്ന ട്യൂട്ടറാണ് നമുക്ക് ഈ പറയുന്ന ഡെമോ ഒക്കെ തന്നതെന്ന്. അതൊക്കെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടി. ചെയ്യാൻ പറ്റും. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ നോളജ് നമുക്ക് അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നു. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ കൃത്യമായിട്ട് അദ്ദേഹം തരുന്ന കാര്യങ്ങൾ നമ്മൾ ഹോംവർക്ക് പോലെ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന മ്യൂസിക് പ്രൊഡക്ഷൻ കോഴ്സ് വഴി നമുക്ക് പറ്റുകയുണ്ടായി. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, സിജോ സാർ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങൾക്ക് അതായത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാൻ 10th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു.
അപ്പോൾ അന്നേ സാറ് പറഞ്ഞിരുന്നു ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട, ഇത് നമുക്കിങ്ങനെ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാന്നൊക്കെ സാറൊന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്ന പോലെ ഒരു പാഴ്വാക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് നോ, ഹീസ് 101% സിൻസിയർ ഇൻ ഹിസ് ഈ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഡൗട്ട് പറഞ്ഞു തരുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏത് സമയത്തും നമുക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോഴും ഞാൻ വിളിച്ച അദ്ദേഹം ഫോൺ എടുക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്ഡേറ്റഡ് ആയിരിക്കാനായിട്ട് അദ്ദേഹം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന VSTs എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഒരു സോങ്ങിൻ്റെ ആ ഒരു ചട്ടക്കൂട് എങ്ങനെ നമുക്ക് ലളിതമായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹമായാലും അക്കാഡമിയിലും ഏത് സമയത്തും നമുക്ക് സപ്പോർട്ടാണ്. സോ വാക്ക് പാലിക്കുന്ന ഒരു അക്കാഡമി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട്, അതായത് ഇപ്പം എന്നെ ഈ പറയുന്ന ആഡ് കണ്ടിട്ട് ഫേസ്ബുക്കിൽ ആഡ് കാണുമ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ തന്നെ നല്ല കമൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കമൻറ്റ് കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്, ഇത് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ്. പ്രത്യേകിച്ചും എന്നെ പോലെ, അതായത് നമ്മൾ ഒരുപാട് സോങ്ങുകളൊക്കെ ചെയ്യാൻ, അതായത് സ്വന്തമായിട്ട് എഴുതും കമ്പോസ് ചെയ്യുമെന്നുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു കോഴ്സായിരിക്കും ഇത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇതിൽ നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് വേണം എന്നുള്ളതാണ്. അത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്നത്തെ കാലത്തെ ടെക്നോളജി ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും. ഒരു കണ്ടീഷൻ, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം. അദ്ദേഹം തരുന്ന എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ അദ്ദേഹം തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് പുറമേ നിന്നുള്ള സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് ഈ ഒരു ക്ലാസ് പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഞങ്ങൾക്കൊരു പോൾ സാറ് വന്നിരുന്നു, ഈ കർണാട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെസ്റ്റേണായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ താളങ്ങളൊക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഇതിൻ്റെ ടെമ്പോ, ടൈം സിഗ്നേച്ചറൊക്കെ എങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറമേ നിന്നൊരു സ്പെഷ്യലിസ്റ്റ് ഒരു സാറും വന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന പൈസ നഷ്ടമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെ നല്ല ഫാക്കൽറ്റിയാണ് ഈ പറയുന്ന സിജോ സാർ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു സോങ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായി. എൻ്റെ ഒരു ഫസ്റ്റ് സോങ് ഞാനങ്ങനെ യൂട്യൂബിൽ റിലീസ് ചെയ്യുകയും ചെയ്തു. ഈസ്റ്റർ വന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് എഴുതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു. അതിനൊരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് ആക്കി യൂട്യൂബിൽ അത് റിലീസ് ചെയ്യാൻ എനിക്ക് പറ്റി. ഇനിയും ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. എന്താ പറയുക, സ്വന്തമായിട്ട് മ്യൂസിക് പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് ഓർക്കസ്ട്ര ചെയ്ത് പല വിധത്തിലുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഇനിയുള്ള ഒരു ഉദ്ദേശം. എൻ്റെ കരിയറും ഇനി പറയുന്ന പോലെയുള്ള മ്യൂസിക്കിൽ തന്നെയായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഗോൾഡ് ഫോക്ക് മ്യൂസിക് അക്കാഡമി, ആൻഡ് താങ്ക് യു സോ മച്ച് സിജോ സർ ആൻഡ് അതർ എന്താ പറയുക അവിടുത്തെ സ്റ്റാഫുകൾ ഫോർ സപ്പോർട്ടിങ് മീ. എന്നെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ബാച്ചിലെന്നല്ല, ഇപ്പോൾ പഠിക്കുന്ന ബാച്ചിലായാലും മുൻപത്തെ ബാച്ചിലായാലും എല്ലാവർക്കും ഈ ഒരു കോഴ്സ് കൊണ്ട് ഉപകാരമുണ്ടായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഇനിയുള്ള ബാച്ചുകൾക്കും അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. താങ്ക് യു.